പക്ഷേ അഭ്യൂഹങ്ങൾക്കൊടുവിൽ സാബു ജേക്കബ് NDA സഖ്യത്തിലേക്ക് വലിയ മാറ്റങ്ങളുണ്ടാവില്ലേ? വലിയ മാറ്റങ്ങളുണ്ടായില്ലെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ടാവും. കാരണം വാസ്തവത്തിൽ BDJSൻ്റെ പ്രവേശനത്തിന് ശേഷം വലിയൊരു ഗ്യാപ്പ് വന്നു. BJPയിലേക്ക് മറ്റു പാർട്ടികളും അങ്ങനെ പ്രവേശിച്ചിരുന്നില്ല. ഓഫ് കോഴ്സ് ജനകീയ സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ PC ജോർജിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി പക്ഷേ അതിനോടൊപ്പം NDA അലയൻസിൻ്റെ ഭാഗമാകുകയല്ല ചെയ്ത് സ്വയം ഉടലോടങ്ങ് ലയിക്കുകയാണ് ചെയ്തത്. ഷോൺ ജോർജും അങ്ങനെ തന്നെ. അത് വലിയൊരു ബൂസ്റ്റായിട്ടുണ്ട് തീർച്ചയായിട്ടും. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഷോൺ ജോർജ് ഒറ്റയ്ക്ക് ഒരു പഞ്ചായത്ത് പിടിച്ചതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വീരോചിതമായിട്ടുള്ള കഥകളാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ഫുട് പ്രിൻ്റ് ഇല്ലാത്ത സ്ഥലത്ത് ആ ഫുട് പ്രിൻ്റ് ഉണ്ടാക്കി എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ BJPക്ക് ഒരു തൊട്ടുകൂടായ്മയും രംഗപ്രവേശനം ഇല്ലായ്മയും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഷോൺ ജോർജ് പിടിച്ചടക്കിയത്. ഷോൺ ജോർജ് ആയതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നത് പോലെ ഒരു ഗെയിം ചേഞ്ചറാണ് വാസ്തവത്തിൽ ഈ സാബു ജേക്കബ് CPMനോടും അതിൻ്റെ ട്രേഡ് യൂണിയനിസത്തോടും നടത്തിയ പോരാട്ടമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു 2020 ക്രിക്കറ്റ് മത്സരം തന്നെയായിരുന്നു. അതിൽ വീരോചിതമായിട്ട് ബാറ്റ് ചെയ്ത് സെഞ്ചുറിയും കടന്ന് സ്കോർ ചെയ്ത ഒരാളാണ് സാബു ജേക്കബ്. പറയാതിരിക്കാൻ പറ്റില്ല. കഴിവുള്ള ഒരാൾക്ക് മാത്രമേ അത് പറ്റൂ. രായ്ക്കു രാമാനം തൻ്റെ എറണാകുളത്തുള്ള വ്യവസായങ്ങളെല്ലാം പറിച്ച് ആന്ധ്രാപ്രദേശിൽ കൊണ്ടു നട്ട് ആ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് വിജയിപ്പിച്ചു എന്ന് മാത്രമല്ല മാഷേ, അതിനപ്പുറം അമേരിക്ക നമ്മുടെ മേൽ ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രധാനപ്പെട്ട കയറ്റുമതി എന്ന് പറയുന്ന തുണിയാണ്. ആ തുണിയിൽ തന്നെ ബേബി ഡ്രസ്സുകളാണ് സാബു ജേക്കബ് വിറ്റഴിച്ചിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു അമേരിക്ക. ആ അമേരിക്ക നമ്മളോട് ചുങ്കം കാണിച്ച് സാബു ജേക്കബിനെ പോലുള്ളവരെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയപ്പോൾ ആ ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെ സൂററ്റിലെയാണെന്ന് തോന്നുന്നു അവിടുത്തെ തുണിക്കച്ചവടക്കാരുമായിട്ട് ചേർന്ന് ഒരു സോളിഡാരിറ്റിയോടുകൂടി ഈ സാധനങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാനുള്ള ആൾട്ടർനേറ്റീവ് നടപ്പാക്കി. എന്നു മാത്രമല്ല ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇതിനുള്ള ഡിമാൻഡുകൾ കണ്ടെത്തി അവിടേക്കെല്ലാം ഇത് മാർക്കറ്റ് ചെയ്ത് വൻ ലാഭത്തിൽ അത് വിറ്റഴിച്ച ഒരു വ്യവസായി കൂടിയാണ് സാബു ജേക്കബ്. അമേരിക്കയുടെ വെല്ലുവിളിയെ നേരിട്ട ഒരു വ്യവസായി എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇവിടെ വേറൊരു ബെനിഫിറ്റും കൂടെ ഉണ്ടായിട്ടുള്ളതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്: അമേരിക്കയിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ കടലിലൂടെ കപ്പലോടുന്ന സമയവും പിന്നെ അവിടുത്തെ വ്യവസായികൾ ഇത് പരിശോധിച്ച് അതിൻ്റെ ക്വാളിറ്റി കൺട്രോളും കഴിഞ്ഞ് തരുന്ന സമയം കൂടി എടുക്കും ഡോളർ കിട്ടാൻ. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇന്ത്യൻ റുപ്പിയിൽ തന്നെ കിട്ടുകയാണ് ഇന്ത്യക്കകത്തുള്ളത്. ബ്രിട്ടനിലുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നു. അത്രയും ദൂരമില്ല കടൽ ദൂരം അത്രയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറച്ചുകൂടി ലാഭമാണ് ട്രംപ് ചുങ്കമേർപ്പെടുത്തിയപ്പോൾ സാബു ജേക്കബിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ സത്യവും സ്തുത്യർഹവുമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. ഒരു പാർട്ടിയോട് ജയിച്ച ആൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് പോലും ജയിച്ചു എന്ന് അല്പം അത്യുക്തി കലർന്നാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യനാണ് ഈ സാബു ജേക്കബ്. അതാണ് ആ വ്യക്തി എന്നുള്ള നിലയിലുള്ള അദ്ദേഹം ഒരു ഗെയിം ചേഞ്ചറാണെന്നുള്ളത് വളരെ പ്രധാനം. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയാണ് ഈ 2020 പാർട്ടി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ ആത്മാവും പരമാത്മാവും എല്ലാം. അങ്ങനെ ഒരാൾ BJPയിലേക്ക് കടന്നു വരുന്നത് തന്നെയാണ് വലിയൊരു അത്ഭുതം. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൻ്റെ പാർട്ടി ഒരു അരാഷ്ട്രീയ പാർട്ടിയാണെന്നാണ്. പൊളിറ്റിക്കൽ പാർട്ടി, പൊളിറ്റിക്സുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, വികസനം മാത്രം ലക്ഷ്യമാക്കിയുള്ള, വ്യവസായം മുരടിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള, യുവാക്കൾക്ക് തൊഴിൽ സംരംഭങ്ങളിലും അതുപോലെ തൊഴിലും കൊടുക്കാനുള്ള ഒന്നെന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ വ്യക്തിയാണ്. വെറുതെ പ്രതിവാദങ്ങൾ ഇട്ട് വിഴുപ്പലക്കുന്ന ആ രാഷ്ട്രീയ സംസ്കാരത്തിന് ഉള്ള ഒരു മറുപടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ 2020 പാർട്ടി. അദ്ദേഹം വ്യവസായം മാത്രമല്ല വിജയിപ്പിച്ചത്, പാർട്ടിയെയും വിജയിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ അദ്ദേഹം ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് AAPയുടെ ഒരു നിലവാരത്തിലേക്ക് അദ്ദേഹം തൻ്റെ പാർട്ടിയെ കിഴക്കമ്പലത്തും അതുപോലെ എറണാകുളത്തിൻ്റെ പരിസരങ്ങളിലും കൊണ്ടുവരികയുണ്ടായി. അതിനപ്പുറം ഇപ്പോൾ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ ഇതിൻ്റെ വേരുകൾ, ഫുട് പ്രിൻറ്റുകൾ ഇപ്പോൾ കൊല്ലത്തേക്കും പാലക്കാട്ടേക്കും ചെന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന 9% നിന്ന് 12% അയാളുടെ പാർട്ടിയുടെ വോട്ടുകൾ, നമ്മളത് അനലൈസ് ചെയ്തിട്ടില്ല, പത്രക്കാരും അങ്ങോട്ട് പോയിട്ടില്ല, വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും സത്യസന്ധനായിട്ടുള്ള രാഷ്ട്രീയം അധികമില്ലാത്തത് കൊണ്ട് ഈ അവകാശവാദം ശരിയായിരിക്കും.
പിന്നെ വ്യവസായത്തിലെ കണക്ക് നോക്കുന്ന പോലെ, ഇൻഡസ്ട്രിയുടെ കണക്ക് നോക്കുന്ന പോലെ സുതാര്യമായ കണക്കായിരിക്കും, വലിയ അവകാശമായിരിക്കില്ല. അതുപോലെ തന്നെ BJPക്ക് ഇപ്പോൾ ഉണ്ടായ ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത് അത് വലിയൊരു ഗെയിം ചേഞ്ചറൊന്നുമല്ല. നമ്മുടെ AV താമരാക്ഷൻ ഉണ്ടല്ലോ, RSPയുടെ പഴയ നേതാവ്, അദ്ദേഹം RSP വിട്ട് സ്വന്തമായിട്ടൊരു പാർട്ടി രൂപവൽക്കരിച്ച് ഒന്നും പരാജയപ്പെട്ടിട്ട് 2-3 ഇങ്ങനെ മാറി, ഒന്നും വിജയിച്ചില്ല, ഒരു ക്ലച്ച് പിടിച്ചില്ല. കേരളം മുഴുവൻ യാത്രയൊക്കെ നടത്തി, എന്നിട്ടും പച്ച പിടിച്ചില്ല. പക്ഷെ നല്ല നേതാവാണ്, നല്ല നേതാവാണ്, നല്ല പ്രാസംഗിക, നല്ല നിയമസഭാംഗവും ഒക്കെ ആയിരുന്നു, മാഷിനെ അറിയാവുന്ന പോലെ. ജനതാ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു അതിപ്പോൾ വന്നിട്ട് BJPയിലേക്ക് ചേർന്നു. വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു അത്ര ഈ തൊട്ടുകൂടായ്മ എന്നുള്ള ഒരു ലേബലിൽ നിന്ന് പാർട്ടി മാറി വരികയാണ്. ഏറെ നാളായിട്ട് BDJS അല്ലാതെ മറ്റാരും ഇല്ലാതിരുന്നിടത്ത്. അല്ല, മാത്രമായിരിക്കില്ല. പക്ഷേ ഇതിനകത്ത് ഈ താമരാക്ഷൻ എന്ന് പറയുന്ന ആളിന് ഇപ്പം ചെറുപ്പക്കാർക്ക് അറിയില്ലായിരിക്കാം, ചെറുപ്പത്തിൽ വളരെ യങ്സ്റ്റേഴ്സിന് ഒരു പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് വളരെ ഇഷ്ടമായിട്ടാണ്. പക്ഷേ ഇദ്ദേഹം കേരളത്തിലെ എണ്ണം പറഞ്ഞ വാക്കുള്ള ഒരാളായിരുന്നു, എണ്ണം പറഞ്ഞ വാക്കുള്ള ഒരാൾ, നല്ല രാഷ്ട്രീയ ബോധവും കാര്യങ്ങളും അത് അദ്ദേഹത്തിന് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ ചില രാഷ്ട്രീയമായി ചില ഉയർച്ച താഴ്ചകളൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ പറ്റിപ്പോയ ഒരാളാണ് താമരാക്ഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോടെ നമുക്ക് യോജിപ്പുണ്ടോ ഇല്ലെന്നുള്ള വേറെ കാര്യം. പക്ഷേ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വോട്ടുകളൊന്നും മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള രാഷ്ട്രീയത്തോടുള്ള അടങ്ങാത്ത ആവേശമാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ പ്രസ്ഥാനമെങ്കിലും ഉണ്ടാക്കി നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരാൾ കൂടെ വരുമ്പോൾ മാഷിപ്പോൾ പറഞ്ഞു വന്നത് ഒരു തൊട്ടുകൂടായ്മ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തലമുറയോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരായാലും നമ്മൾ പറയുന്ന പേരുകൾ, ചർച്ചകളിൽ പറയുന്ന പല പേരുകളും ആരായിരുന്നു എന്ന് പൊളിറ്റിക്കൽ വിദ്യാർത്ഥികളെങ്കിലും ഒന്ന് ചകഞ്ഞു നോക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. നല്ല ഹരിപ്പാട് നിന്ന് സ്ഥിരമായി, അതിനുശേഷം ഹരിപ്പാട് നിന്നൊരു RSP അംഗം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിയമസഭയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൻ്റെ ഒരു അംശമെങ്കിലും BJPക്കും കൂടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെ BJP കുറച്ചുകൂടെ ഓപ്പൺ എൻഡഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുന്നു. കളിലെങ്കിലും വോട്ട് കിട്ടാൻ ഇപ്പോൾ ഹരിപ്പാട് അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ കൊല്ലം ഭാഗത്ത് ഒക്കെ തന്നെ ഈ പഴയ RSPക്കാർ 18 മുതൽ 35 വരെയുള്ള വോട്ടേഴ്സ് മാത്രമല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ 35 to എത്ര വരെ ജീവിച്ചിരിക്കുന്നു അത്രയും പേരുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരുപാട് പേർക്ക് താമരാക്ഷനെ അറിയാമായിരിക്കും, അവർ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന 10 വോട്ടെങ്കിൽ 10 വോട്ട്, അതാണ് അത് ഈഴവ വോട്ടുകളെ കുറേ സ്വാധീനിക്കാനും, ഒരു സമുദായത്തിൻ്റെ വോട്ടുകളെ, നമ്മൾ ഇന്നതെന്ന് പറയുന്നില്ല, ഒരു സമുദായത്തിൻ്റെ, പ്രത്യേക സമുദായത്തിൻ്റെ വോട്ടുകളെ സ്വാധീനിക്കാനും കഴിയും. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ RSPയിൽ ഏറെക്കുറെ കൂടുതലുമായിട്ടും ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സമുദായത്തിലെ ആൾക്കാരായിരുന്നു. നേരത്തെ മുതൽ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ആ സമുദായത്തിൻ്റെ സ്വാധീനം ശക്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലാത്ത പ്രമുഖരായ ആൾക്കാരെ എനിക്കറിയാം. അതുപോലെ അതാണ് വിമോചന സമരം ഉണ്ടായ സമയത്ത് വിമോചന സമരത്തെ അനുകൂലിച്ചവരെന്നാണ് RSPക്കാരെന്ന് പറയുന്നത്. അതിൻ്റെ കാരണവും ഇതിലൊന്ന് തന്നെയാണ്. കാരണം അവിടെ ഉണ്ടായതൊരു നായർ ക്രൈസ്തവ ഐക്യമാണ്. അപ്പോൾ അവിടെ സാമുദായിക കാരണങ്ങളും ഉണ്ട് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ നയിക്കാറ്. അതുപോലെ നമ്മൾ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അതെന്തായാലും ഇപ്പോൾ അമിത്ഷാ ഇപ്പോൾ മുഖ്യ സൈന്യാധിപനായിട്ട് ഇരുന്നുകൊണ്ട് ഒരു പട നയിക്കുകയാണ് കേരളം പിടിക്കാൻ വേണ്ടിയിട്ട്. അതെന്നെന്ന് ഞാൻ ടാർഗറ്റ് പറയുന്നില്ല. ആ പടയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് നമുക്ക് അത്യുക്തിയില്ലാതെ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.